പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് കാറ്റഗറി 1 EVSുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എക്സാമൊക്കെ അടുത്ത് വരികയാണല്ലോ, അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരിചയപ്പെടുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ എക്സാമിന്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ആസൂത്രണം, നിർവഹണം, റിപ്പോർട്ട് തയ്യാറാക്കൽ, അവതരണം എന്നിവ ഏത് പഠന തന്ത്രത്തിൻ്റെ ഘട്ടങ്ങളാണ്? ആസൂത്രണം, നിർവഹണം, റിപ്പോർട്ട് തയ്യാറാക്കൽ, അവതരണം എന്നിവ ഏത് പഠന തന്ത്രത്തിൻ്റെ ഘട്ടങ്ങളാണ്? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓപ്ഷൻസ് നോക്കിയേ: പരീക്ഷണം, സെമിനാർ, പ്രോജക്റ്റ്, നിരീക്ഷണം. എന്താണ് കറക്റ്റ് ആൻസർ? പ്രോജക്റ്റ് എന്നതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏത്? പൈൻ മരം, ചന്ദനമരം, കണിക്കൊന്ന, ആൽമരം. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? ആൽമരം. നെക്സ്റ്റ്: ഏറ്റവും ആഴം കൂടിയ ഗർത്തമായ ചലഞ്ചർ ഗർത്തം ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഏതാണ്? ചലഞ്ചർ ഗർത്തം. ചോദിച്ചിരിക്കുന്നത് ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. അന്റാർട്ടിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം. അപ്പം എല്ലാവരും ആൻസറൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറച്ച് മാർക്ക് കിട്ടിയ ആൾക്കാർ ഇനിയും 2-3 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. അപ്പം എന്താണ് ഇവിടുത്തെ ആൻസർ? പസഫിക് സമുദ്രം എന്നതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പരിസരത്തെക്കുറിച്ച് പരിസരത്തിനു വേണ്ടി പരിസരത്തിലൂടെയുള്ള പഠനമാണ് പരിസര പഠനം. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതിലേതെങ്കിലും ഒരു ഭാഗം ചോദിച്ചിട്ട് അത് ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിനും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. പരിസരത്തെക്കുറിച്ച് പരിസരത്തിനു വേണ്ടി പരിസരത്തിലൂടെയുള്ള പഠനമാണ് പരിസര പഠനം. ഇതിൽ പരിസരത്തിന് വേണ്ടി എന്നത് സൂചിപ്പിക്കുന്നത് പരിസരത്തിൻ്റെ ഉള്ളടക്കം, മനോഭാവം, പ്രക്രിയശേഷികൾ, സർഗാത്മകത. ഏതാണ് കറക്റ്റ് ആൻസർ? മനോഭാവം എന്നതാണ് കറക്റ്റ് ആൻസർ. രക്തത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ: നെഫ്രോളജി, കാർഡിയോളജി, ഹെമറ്റോളജി, ഡെർമറ്റോളജി. രക്തത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഹെമറ്റോളജി ആണ് രക്തത്തെക്കുറിച്ച് പഠിക്കുന്നത്. കാർഡിയോളജി ഹൃദയത്തെ സംബന്ധിച്ചാണ്. നെഫ്രോളജി അതുപോലെ തന്നെ വൃക്കയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. രക്തത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഹെമറ്റോളജി. നെക്സ്റ്റ്: ശരീരത്തിൽ യൂറിയ നിർമ്മിക്കുന്നത് എവിടെയാണ്? വൃക്ക, ശ്വാസകോശം, കരൾ, ആമാശയം. ശരീരത്തിൽ യൂറിയ നിർമ്മിക്കുന്നത് കരളിലാണ്. നെക്സ്റ്റ്: കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. സെൻട്രൽ എന്നാണ് കേട്ടോ. CENTRAL. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ചിലപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ഫോം തന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഫുൾ ഫോം ചോദിക്കാം. CPCRI. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല: കോഴിക്കോട്, കാസർഗോഡ്, കോട്ടയം, കണ്ണൂർ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൃദയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയിൽ ഉൾപ്പെട്ടത് ഏത്? ഹൃദയത്തിന് 4 അറകളുണ്ട്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്യുകയാണ് ഹൃദയത്തിൻ്റെ പ്രധാന ധർമ്മം. ഓരോ മിനിറ്റിലും 70 to 72 തവണ ഹൃദയം സ്പന്ദിക്കുന്നു. മുകളിൽ കൊടുത്തവയെല്ലാം. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? മുകളിൽ കൊടുത്തവയെല്ലാം എന്നതാണ് കറക്റ്റ് ആൻസർ. ഹൃദയത്തിന് 4 അറകളുണ്ട്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്യുകയാണ് ഹൃദയത്തിൻ്റെ പ്രധാന ധർമ്മം. ഓരോ മിനിറ്റിലും
70 to 72 തവണ ഹൃദയം സ്പന്ദിക്കുന്നു. അപ്പോൾ മുകളിൽ കൊടുത്തവയെല്ലാം എന്നതാണ് കറക്റ്റ് ആൻസർ. താഴെ പറയുന്നവയിൽ പ്രക്രിയ ശേഷികളിൽ പെടാത്തത്: നിരീക്ഷിക്കൽ, അളക്കൽ, പരികൽപ്പന രൂപീകരിക്കൽ, മനോചിത്രങ്ങൾ രൂപീകരിക്കൽ. താഴെ പറയുന്നവയിൽ പ്രക്രിയ ശേഷികളിൽ പെടാത്തത് ഏതാണ്? മനോചിത്രങ്ങൾ രൂപീകരിക്കൽ എന്നതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം ഏത്? അടിമാലി, പൈനാവ്, കൽപ്പറ്റ, കട്ടപ്പന. ഏതാണ് കറക്റ്റ് ആൻസർ? ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവാണ്. നെക്സ്റ്റ്, പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം എന്താണ്? പാലിയോളജി, കാലിയോളജി, ഓർണിത്തോളജി, ഓഫിയോളജി. പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് കാലിയോളജി. പക്ഷിക്കൂടുകളെ കുറിച്ചിട്ടുള്ള ശാസ്ത്രീയ പഠനം കാലിയോളജി. നെക്സ്റ്റ്, ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാര്? റോബർട്ട് വിറ്റേക്കർ, കാൾ ലിനേസ്, അരിസ്റ്റോട്ടിൽ, തിയോഡോർ. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് കാൾ ലിനേസ് ആണ്. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ റേ, കാൾ ലിനേസ്, അരിസ്റ്റോട്ടിൽ, ചരകൻ. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് കാൾ ലിനേസ് തന്നെയാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത്? പ്രോട്ടീൻ, ഗോൾജി കോംപ്ലക്സ്, ലൈസോസോം, മൈറ്റോകോൺട്രിയ. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗോൾജി കോംപ്ലക്സ് ആണ് കറക്റ്റ് ആൻസർ. വൈദ്യുത ബൾബിലെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഏത്? വൈദ്യുത ബൾബിലെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണ്? അലൂമിനിയം, ചെമ്പ്, ടെങ്സ്റ്റൻ, നിക്രോം. വൈദ്യുത ബൾബിലെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണ് ടെങ്സ്റ്റൺ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കാം. ഈ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിന് നിങ്ങൾ പാസ്സാവാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് പ്രയത്നിക്കുക, അതുപോലെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഓൾ ദ ബെസ്റ്റ്.